പാലക്കാട് ആലത്തൂർ മണ്ഡലത്തിൽ കർഷകരുടെ വിഷയമാണ് പ്രധാന ചർച്ചയെന്ന് NDA സ്ഥാനാർത്ഥി പ്രസന്നകുമാർ. സംവരണം കൃത്യമായി നടക്കാത്തതിനാൽ കർഷകരുടെ വീടുകളിൽ നെല്ല് കെട്ടിക്കിടക്കുകയാണെന്നും സർക്കാരിന്റെ കർഷകദ്രോഹ നടപടിക്കെതിരെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും NDA സ്ഥാനാർത്ഥി ജനം TVയോട് പറഞ്ഞു. അരുൺ ആലത്തൂരിന്റെ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് ആലത്തൂർ മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് കർഷകർ അധികമുള്ള മണ്ഡലമാണ്. നെല്ല് സംഭരണം ഇപ്പോഴും എങ്ങും എത്താതെ കിടക്കുന്നു. കർഷക ഭവനങ്ങളിലൊക്കെ നെല്ല് കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം. NDA സ്ഥാനാർത്ഥി പ്രസന്നകുമാറാണ് ഇപ്പോൾ ചേരുന്നത്. എങ്ങനെയുണ്ട് ഈ മണ്ഡലത്തിലെ ഒരു പൾസ്? എത്രത്തോളം പ്രചാരണം മുന്നോട്ട് പോയിട്ടുണ്ട്? നിലവിൽ ഇത് കുറേ പഞ്ചായത്തുകളിൽ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പൊതുസമൂഹത്തിൽ നിന്നുള്ള നല്ല റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഇടതും വലതിനെയും ഔട്ട് കൊടുത്ത് വിജയിപ്പിച്ചിട്ട് വികസനം എന്നുള്ള സംവിധാനം നാട്ടിൽ ഇല്ലാണ്ടായി എന്നുള്ള ബോധ്യം പൊതുസമൂഹത്തിനുണ്ട്. ഇപ്രാവശ്യത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ ഭരണവും അതുപോലെ തന്നെ രാജീവ് ജിയുടെ നേതൃപാഠവും ജനം സ്വീകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ആലത്തൂരിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും. എന്താണ് NDA പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കുന്നത്? NDA ആലത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ആലത്തൂരിൻ്റെ കാർഷിക മേഖല, അതുപോലെ തന്നെ ഓരോ പഞ്ചായത്തുകളിലുള്ള വികസനം, മംഗൾ ഡാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ഉദ്യാനം, അങ്ങനെ നിരവധി വിഷയങ്ങൾ ഓരോ പഞ്ചായത്തുകളിലും വ്യത്യസ്ത വിഷയങ്ങളാണ് ഉള്ളത്. പക്ഷേ വ്യത്യസ്ത വിഷയങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ്, ജനങ്ങളുമായിട്ട് സംവദിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുസമൂഹത്തിൽ നിന്നുള്ള നല്ലൊരു റെസ്പോൺസ് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു തെരഞ്ഞെടുപ്പായിരിക്കും. പോരാട്ടം നല്ല പോരാട്ടമാണ്, നല്ല ചൂടിലും നല്ല പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുസമൂഹത്തിന് നല്ല സ്വീകാര്യത NDAക്കുണ്ട്. അത് 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 4-ാം തീയതിയുള്ള റിസൾട്ടിൽ വ്യക്തമായി കാണാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. ഈ ആലത്തൂരിലെ ദേശീയപാത, ആലത്തൂരിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഉൾപ്പെടെ വലിയ രീതിയിൽ വികസിക്കുന്നു. നിരവധി മേൽപ്പാലങ്ങളും മറ്റുമൊക്കെ വരുന്നു. അതിന് സമാന്തരമായിട്ടുള്ള വികസനം ആലത്തൂർ മണ്ഡലത്തിലെ റോഡുകൾക്കും അതുപോലെ തന്നെ നഗരത്തിനൊക്കെ ഉണ്ടോ? ആലത്തൂരിലെ മണ്ഡലത്തിൽ ഈ ദേശീയപാത പോലുള്ള വികസനങ്ങളില്ല. വികസനം എന്ന പേരിൽ കുറേ ഇപ്പം നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ ബസ് സ്റ്റാൻഡുകൾ കിട്ടുക. ഒരു 4-5 ലക്ഷം രൂപയുടെ ബസ് സ്റ്റാൻഡിനെ 10-12 ലക്ഷം 15 ലക്ഷം എന്നുള്ള ബഡ്ജറ്റിൽ ബോർഡ് വയ്ക്കുന്ന ഒരു വികസനം മാത്രമാണ് നടക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ ബോർഡ് വയ്ക്കുന്നു, MLA ഫണ്ട് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ബോർഡ് വെച്ചിട്ടുള്ള പാർട്ടി പ്രവർത്തനമാണ് വികസന പ്രവർത്തനമായിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ് കാണിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കർഷകരുടെ വീടുകളിലൊക്കെ നെല്ല് കെട്ടിക്കിടക്കുന്നുണ്ട്. അതൊരു വലിയ വിഷയമല്ലേ, ഇവിടുത്തെ വലിയ ചർച്ചയല്ലേ? കർഷകരുടെ ഭാഗത്തു നിന്ന് ഈ ഇതിനെതിരായിട്ടുള്ളൊരു വികാരമുണ്ടോ? കർഷകരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ സമരങ്ങളൊക്കെ കണ്ടു കാണും. വേണ്ട വില കേന്ദ്രം കൊടുത്തിട്ടും കേരളം കൊടുക്കാത്ത സംവിധാനത്തെ കുറിച്ചിട്ട് പലയിടങ്ങളിലും സമരങ്ങളും പോരാട്ടങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, കർഷകർക്ക് മതിയായിട്ടുള്ളൊരു സംവിധാനമാണ്. കാരണം ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ കൊണ്ട് പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രം കൊടുത്ത പദ്ധതികൾ പോലും സാധാരണ ജനങ്ങൾക്ക് കേരളം എത്തുന്നില്ല. പക്ഷേ കേന്ദ്രത്തിൻ്റെ പല പദ്ധതികളും ഞങ്ങളുടെ പദ്ധതികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു സംവിധാനമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഏതായാലും കേന്ദ്രം നെല്ലിൻ്റെ താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോഴും അതിന് സമാന്തരമായിട്ട് വില വെട്ടിക്കുറയ്ക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നടപടി ഉൾപ്പെടെ പാലക്കാട് ഈ ആലത്തൂർ മണ്ഡലത്തിൽ ചർച്ചയാണ് എന്നുള്ളത് തന്നെയാണ് സ്ഥാനാർത്ഥി വ്യക്തമാക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.